എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ, 2-3 പീസ് ഒന്നിച്ച് കഴിക്കാൻ തോന്നുന്നതായ അച്ചാറാണ്. ഇനി നമുക്ക് ഇത് നല്ല ഫ്രഷായിട്ടുള്ള നെല്ലിക്കയാണ്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളൊരു കുറച്ച് വെള്ളത്തിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്താണ് വാഷ് ചെയ്യണത്. വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന നെല്ലിക്കയല്ലേ. അപ്പോൾ നമ്മുടെ നെല്ലിക്കയൊക്കെ വാഷ് ചെയ്തു ഞാൻ ചട്ടിയിലാക്കി വെച്ചു. ഇതിലൂടെ ഞാൻ മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പും മുളക് പൊടി നമ്മൾ ഇത് ബോയിലാകുമ്പോൾ അകത്തേക്ക് അബ്സോർവ് ആയിക്കോളും. ഇതിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്, 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇത് വേകുമ്പോഴത്തേനും ആ വെള്ളം തീർന്ന് കിട്ടണം. ഒരുപാട് വെള്ളത്തിൽ നെല്ലിക്ക വേവിക്കരുത്. ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്ക നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തുടയരുത്, നെല്ലിക്ക കുത്തി ഉടയ്ക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റായ രീതിയിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിനാഗിരിയാണ് മെയിനായിട്ടുള്ളത് ആവശ്യമുള്ളത്. ഇത് വിനാഗിരി ഞാൻ ആപ്പിൾ സിഡർ വിനാഗിരിയാണ് പൊതുവേ യൂസ് ചെയ്യണത്. പിന്നെ കോക്കനട്ട് വിനാഗിരിയും ഉപയോഗിക്കാറുണ്ട്. ഇത് കിട്ടാതിരിക്കുമ്പോൾ പൊതുവേ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 50 ml ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കിലോ ഉണ്ട് ഈ നമ്മുടെ നെല്ലിക്ക. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 പിഞ്ച് ബ്ലാക്ക് പെപ്പറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് മുറിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് അരി ശരിക്കും പറഞ്ഞാൽ ഫ്രൈ ആയി കിട്ടില്ല, വെളുത്തിരിക്കും. മുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അതുപോലെ ക്രിസ്പായി കിട്ടും. അച്ചാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും ഇത് ഒന്ന് എന്ത് പറയണേ ക്രഷായിട്ട് നമുക്കിതിൻ്റെ മുളക് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഇത് ഇഞ്ചി ഉണങ്ങിയതാണ്. ഇഞ്ചി നമ്മൾ ക്രഷ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട്. ഇതുപോലെ ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. ആക്ച്വലി ഈ കറിവേപ്പില നല്ലവണ്ണം സാധാരണ രീതിയിലൊന്ന് വെറുതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ പോരാ, കറിവേപ്പില നല്ലോണം ഇത് ക്രിസ്പായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അച്ചാറിൽ ഇത് പൊടിഞ്ഞ് കിടക്കുന്നത് കാണാം. അപ്പോൾ ഇളക്കി ഇളക്കുമ്പോൾ തന്നെ ഈ കറിവേപ്പിലയും മുളകും എല്ലാം പൊടിഞ്ഞ് ക്രഷായിട്ട് വന്നോളും. അപ്പോൾ അതുപോലെ മസാല ശ്രദ്ധിച്ച് വേണം വറവിലിടാനായിട്ട്. കത്തിയും പോവരുത്. അതുപോലെ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ തീ വളരെ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോഴൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. വെറുതെ ഒരു അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഉപയോഗിച്ച് തീരുന്നോടം വരെ പൂപ്പലൊന്നും ഉണ്ടാകാതെ നമുക്ക് അച്ചാർ ഉപയോഗിക്കണം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മുളകും ക്രിസ്പായി വരുന്നുണ്ട്. ഇഞ്ചിയൊക്കെ പച്ചയോടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ശരിക്കും ഇതുപോലെ ഫ്രൈ ആയി കിട്ടില്ല, ജലാംശമുള്ള ഇഞ്ചി കഷ്ണമായിരിക്കും. അപ്പോൾ ഈ ഇഞ്ചി കഷ്ണത്തിൽ നിന്ന് ജലാംശം വന്നിട്ട് അച്ചാറുകൾ പൂപ്പലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ദീർഘകാലം നമ്മൾ ഏത് അച്ചാർ ഉപയോഗിക്കുകയാണെങ്കിലും അതിൽ ജലാംശം ഇല്ലാതിരിക്കാനായിട്ട് അതിൻ്റെ മസാലകൾ പ്രിപ്പയർ ചെയ്യണത് ഇതേ രീതിയിലായിരിക്കണം. മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി. ഇനി ഇതിലോട്ട് നമുക്ക് ഫെനിഗ്രീക്ക് പൗഡറാണ്, അല്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇഷ്ടമുള്ളവർക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൗഡറും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് അല്പം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആക്ച്വലി വേവിച്ചപ്പോൾ ഇട്ട ആ മുളക് പൊടിയും ഉപ്പും തന്നെ നെല്ലിക്കകത്തേക്ക് അബ്സോർബായി. അപ്പോൾ 2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തില്ലെങ്കിൽ മസാല കത്തിപ്പോവും. മസാല കത്തിപ്പോവരുത്. നല്ല ഗോൾഡൻ കളറിൽ നമ്മുടെ മസാലകളെല്ലാം പ്രിപ്പയറായി. ഇനി നമുക്ക് നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ ഇതിട്ട് ഇളക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറിവേപ്പിലയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വരും. വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നൈസായിട്ടുള്ള പീസസ്സായിട്ട് മാറും. കറിവേപ്പില നല്ലപോലെ ഉടഞ്ഞുടഞ്ഞ് മുളകും എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. മുളകും കറിവേപ്പിലയും എല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസസ്സായിട്ട് മാറിയിട്ടുണ്ട്. അത്രമാത്രം ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മസാലകളെല്ലാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും വിനാഗിരി ചൂടോടുകൂടി ചേർക്കരുത്. മൺപാത്രത്തിലാണ് അച്ചാർ പൊതുവെ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിനാഗിരി ചൂടാകുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ലോഹം കൊണ്ടുള്ള പാത്രത്തിലാകുമ്പോൾ ഡബിൾ റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. നമ്മൾ അസുഖങ്ങൾ അപ്പം തന്നെ ഉണ്ടാവില്ല, നമുക്ക് ധീരെ ധീരെ നമ്മുടെ ശരീരത്തിലേക്ക് അസുഖങ്ങളായിട്ട് വന്നുകൂടും. ഉപ്പ് കുറച്ചുകൂടെ ആവശ്യം ഉണ്ടായിരുന്നു. വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തീയെല്ലാം ഓഫ് ചെയ്ത് നമ്മുടെ നെല്ലിക്ക തണുത്തിട്ടുണ്ട്. തണുക്കാതെ ഒരിക്കലും നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറാക്കി റെഡിയായി. നമ്മൾ ഹെൽത്തി ആയിട്ട് എന്തുണ്ടാക്കുന്നോ അതിൻ്റെ റിസൾട്ട് നമുക്ക് പതുക്കെയാണ് കിട്ടുന്നത്.